അടുപ്പത്ത് വെച്ച ഞണ്ട് തിളച്ച മണം അടിച്ചപ്പോൾ തന്നെ ഞാൻ അങ്ങ് അടുക്കളയിൽ എത്തിയിട്ടുണ്ടായിരുന്നു. നോക്കുമ്പോൾ അതാ കപ്പയും കൊത്തുന്നു. ഇതിപ്പോൾ പാൽക്കപ്പയ്ക്ക് തന്നെ. സമയത്ത് എന്തെങ്കിലും കഴിക്കണം എന്നുള്ളതിനെ കൊണ്ട് നേരെ വത്തൊക്കെ കട്ട് ചെയ്ത് അത് കഴിച്ചിരിക്കുമ്പോൾ തന്നെ കുക്കർ വിസിലടിച്ചു. നല്ല കുഴകുഴാന്നുള്ള കപ്പയും കിട്ടി. അതിലോട്ട് ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് നല്ല കട്ടി തേങ്ങാപ്പാൽ വീത്തലാണ്. അത് ഒഴിക്കുമ്പോൾ തന്നെയുള്ള ആ സ്മെല്ലുണ്ടല്ലോ, ആഹാ, ഇറ്റ്സ് ടെംപ്റ്റിങ്. ഇതൊരിക്കലും സഹിക്കാൻ പറ്റുന്നൊരു കാര്യമല്ല. അത് അതൊക്കെ എടുത്ത് കഴിക്കാൻ തോന്നും. പക്ഷേ ക്ഷമ വേണം ഉള്ളത് അതിനെക്കൊണ്ട് അത് തൂമിക്കുന്നവരെ ഒന്ന് കാത്തു നിൽക്കാം. അതങ്ങ് തൂമിച്ച് കഴിഞ്ഞ് നല്ല ഇളക്കി മിക്സാക്കി കഴിയുമ്പോഴത്തേനും ഒരു പ്ലേറ്റ് ഇട്ട് ചെന്നാൽ അങ്ങോട്ട് നല്ല ചൂടോടെ വിളമ്പി തരും. അതിങ്ങനെ ചൂടോടെ വിളമ്പി വാങ്ങി അതിലോട്ട് ആ ഞണ്ടും അതിൻ്റെ ഗ്രേവിയും കൂടി ഇങ്ങനെ വാങ്ങുമ്പോൾ ഉണ്ടല്ലോ, ആഹാ, എന്ത് രസമാണെന്നറിയോ അത് കാണാൻ തന്നെ. ആ ഒരു കോംബോ തന്നെ ടെംപ്റ്റിംഗ് ആണ്. അതെങ്ങനെ മിക്സ് ചെയ്ത് ഓരോ സ്പൂണ് കഴിക്കുമ്പോഴും അതിൻ്റെ ശരിക്കുള്ളത് നമുക്കിങ്ങനെ ശരിക്കും അറിയാൻ പറ്റും. അതിൻ്റെ ഓരോ സ്കൂപ്പ് എത്തുമ്പോഴും നമ്മളിങ്ങനെ അലിഞ്ഞു പോകുന്ന പോലെ തോന്നും. കൂട്ടത്തിൽ ആ ഞണ്ടും കൂടി കഴിക്കാൻ പറ്റിയിരുന്നെങ്കിൽ ഒന്നും കൂടി അടിപൊളിയാവേനു. ഇതിപ്പോൾ വീഡിയോയിലെടുത്ത് കാണിക്കുക, അത് കഴിച്ച് കാണിക്കാൻ പറ്റാത്തതിനോണ്ട് ഞാനത് വീഡിയോ കഴിഞ്ഞതിന് ശേഷം കഴിച്ചോളാം. അപ്പം അത്രേ ഉള്ളൂ.